ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. വിശ്വാസികളുടെ സമൂഹമേ, 2018 അവസാന നിമിഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഈ വർഷം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹപരമായി നല്ല ദാനങ്ങൾ കൊണ്ട്, ഒരുപക്ഷെ രോഗം കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഇതെല്ലാം ദൈവത്തിന്റെ കൃപയാണ്. ഒരുമിച്ച് കുടുംബമായിട്ട് സ്തുതിക്കാൻ നമുക്ക് ഈ നിമിഷം ഒന്ന് ചെലവാക്കാം. ദൈവം ദാനങ്ങൾ നൽകുന്നത് നല്ലതിനു വേണ്ടിയാണ്. അത് നമ്മൾ ഏത് വിധത്തിൽ അതിനെ വീക്ഷിക്കുന്നു, അതായിരിക്കും നമ്മുടെ ഹൃദയത്തിലുള്ള ലക്ഷ്യങ്ങളൊക്കെ. എൽദോ നോമ്പ് നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റത്തിന്റെ ഒരു സഞ്ചാരമാണ്. പൗരസ്ത്യ സഭയിൽ അവസാനത്തെ നോമ്പായിട്ട് കണക്കാക്കുന്നു. പക്ഷെ ഇംഗ്ലീഷിൽ പറയുന്നത് പോലെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്. ദൈവത്തിന്റെ ആ ജനന പെരുന്നാൾ അത് കൊണ്ടാടുവാൻ നാം ഓരോരുത്തരും ഈ എൽദോ നോമ്പ് നോക്കണം. ഇതിൽ കൂടി വലിയ അനുഗ്രഹമാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രിയമുള്ളവരെ, പഴയ നിയമ കാലത്ത് യോവേൽ പ്രവാചകൻ അദ്ദേഹം ഇപ്രകാരമാണ് പറയുന്നത്. യോവേൽ പ്രവചനം 2-ാം അധ്യായം 12-ാം വാക്യം: എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിയുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങൾ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിയുവിൻ. In English, yet even now declares the Lord, return to me with all your heart, with fasting, with weeping, and with mourning, and rend your hearts, not your garments. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിനോട്, വസ്ത്രങ്ങളല്ല. ഇന്നത്തെ ഈ ആധുനിക ലോകത്തിൽ നാം ഓരോരുത്തരും ക്രിസ്മസിനെ സംബന്ധിച്ച് ആഘോഷങ്ങളാണ് നമ്മുടെ മനസ്സിൽ പ്രധാനമായിട്ടുള്ളത്. ഡിസംബർ കാലം വരുമ്പോഴത്തേക്കിന് ഭവനത്തിൽ സ്റ്റാർ ഇടാനും കേക്ക് ഉണ്ടാക്കുവാനും അല്ലെങ്കിൽ മറ്റ് ക്രമീകരണങ്ങൾ ചെയ്യുവാനാണ് നാം എല്ലാവരും താല്പര്യപ്പെടുന്നത്. അത് നല്ലതാണ്, കരോളൊക്കെ നല്ലതാണ്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ ഈ എൽദോ നോമ്പിൽ കൂടി മാത്രമേ നമുക്ക് ആ ജനന പെരുന്നാളിന്റെ അനുഗ്രഹം സ്വന്തമാക്കുവാൻ കഴിയും. 2000 വർഷങ്ങൾക്ക് മുമ്പ് വിദ്വാൻമാർ അവർ അവിടെ എത്തിയപ്പോൾ ദീർഘമായ ഒരു യാത്ര കഴിഞ്ഞിട്ടാണ്. അവർ യഹൂദരല്ലായിരുന്നു, വിജാതീയരായിരുന്നു. അങ്ങനെയുള്ള വ്യക്തികളെ അറിയുന്നത് അവരുടെ പേരുകൾ കൊണ്ടല്ല, വിദ്വാൻമാർ. അവരാണ് വിദ്വാനം ഉള്ളവർ. ഈ വിദ്വാൻമാരെ പോലെ ഈ നോമ്പുകാലവും നമുക്കൊരു തീർത്ഥാടനമാക്കി മാറ്റാം. ഈ 25 ദിവസക്കാലം നാം നോമ്പ് നോക്കുമ്പോഴത്തേക്കിന് വലിയ അനുഗ്രഹമാണ് ലഭിക്കുന്നത്. നോമ്പ് ഉപവാസത്തെ പറ്റി സഭാപിതാവായ സെയിന്റ് ജോൺ ക്രിസ്തോസ്റ്റം, സ്വർണനാവുകാരനായ മാർ ഇവാനിയോസ് ഇപ്രകാരമാണ് പറയുന്നത്. ഓരോ നോമ്പിലും ഓരോ ഉപവാസത്തിലും 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യമായിട്ട്, ടു സ്പീക്ക് ഇൽ ഓഫ് നോ വൺ. ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ തെറ്റായ വാക്കുകൾ ഉപയോഗിക്കരുത്. രണ്ടാമതായിട്ട്, ടു ഹോൾഡ് നോ വൺ ഫോർ എൻ എനിമി. ഒരു വ്യക്തി എന്റെ ശത്രുവല്ല. അവസാനമായിട്ട് അദ്ദേഹം പറയുവാണ്, എക്സ്പെൽ ഈവിൽ ഹാബിറ്റ് ഓഫ് സ്വിയറിംഗ്. ശപിക്കുക എന്നൊരു മഹാപാപമാണ്. ഈ 3 കാര്യങ്ങൾ ഈ നോമ്പ് സമയത്ത് ഞാനും നിങ്ങളും ഒഴിവാക്കണം. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഫാദർ ഡോക്ടർ കെ.എം. ജോർജ്, കോട്ടയം പഴയ സെമിനാരിയിലെ മുൻ പ്രിൻസിപ്പളായിരുന്ന ശ്രേഷ്ഠനായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠൻ, അദ്ദേഹം ഇപ്രകാരം പറയുകയുണ്ടായി, നിങ്ങൾ ഈ വർഷം ചെയ്യേണ്ട ഒരു പ്രാക്ടിക്കൽ ഒരു സ്പിരിച്വൽ എക്സസൈസ് ആണ് ഈ നോമ്പ് നോക്കുമ്പോൾ. ഓരോ ദിവസവും സന്ധ്യ നമസ്കാരത്തോടുകൂടി ആരംഭിക്കുമ്പോൾ, കുടുംബ പ്രാർത്ഥന നടത്തുമ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ ഒരു തിരി കത്തിക്കണം.
ആ ഒരു തിരി കത്തിക്കുമ്പോൾ അതിനോട് ചേർന്ന് തന്നെ വിശുദ്ധനായിരിക്കുന്ന ലൂക്കോസ് ഏവൻഗേലിയസ്തായുടെ സുവിശേഷം ഒരധ്യായം വായിക്കണം. നമുക്കറിയാവുന്നതുപോലെ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായങ്ങളാണ്. ഒരു ദിവസം ഡിസംബർ 1-ാം തീയതി ഞാൻ ഒരു തിരി കത്തിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ഈ സുവിശേഷ ഭാഗം വായിക്കുന്നു. ഡിസംബർ 2-ാം തീയതി ഞാൻ ഒരു തിരി കത്തിക്കുന്നു, ഈ സുവിശേഷ ഭാഗം വായിക്കുന്നു. ഇങ്ങനെ തുടർച്ചയായിട്ട് 24 ദിവസവും ഞാൻ സന്ധ്യ നമസ്കാരം നടത്തുമ്പോൾ, തിരി കത്തിക്കുമ്പോൾ ഒരു മഹാപിറവിയായിട്ട് ഈ സുവിശേഷങ്ങൾ 24 വായിച്ചിട്ട് ആ 24 തിരി ഉള്ള ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ശ്രേഷ്ഠമായിട്ട് ക്രിസ്തുവിന്റെ വരവേൽപ്പിന് കുടുംബമായിട്ടൊന്ന് തയ്യാറാക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പ്രാവശ്യം 2018 വർഷം അനുഗ്രഹത്തിന്റെ കാരണമായിട്ടുള്ള ദൈവം നമ്മളെ അനുഗ്രഹപ്രദമായി കൃപ കൊണ്ട് അനുഗ്രഹിച്ചു. ഇനി മുമ്പോട്ടുള്ള നാളുകളൊക്കെ ദൈവത്തിന്റെ കൃപ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.